ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേർത്തലയിൽ നിന്ന്. ജയചന്ദ്രൻ, നമസ്കാരം. KSRTC യാത്ര ചെയ്ത യാത്രക്കാരനായിരിക്കുമല്ലോ അങ്ങും. ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? താങ്കളൊരു യാത്രക്കാരനാണെന്ന് തോന്നുന്നു. ഞാൻ സ്ഥിരം KSRTC യാത്ര ചെയ്തിട്ടുള്ള ആളാ. എങ്ങനെയുണ്ട് നമ്മുടെ ബസ് ഡിപ്പോയൊക്കെ? ബസ് ഡിപ്പോയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയണത് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാം. മലപ്പുറത്ത് നിന്ന് പറയുമ്പോൾ അതെ, ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. പറഞ്ഞോളൂ. അങ്ങ് TV യിൽ നോക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. മലപ്പുറത്തെ കുറിച്ച് അങ്ങ് കണ്ടല്ലോ. മലപ്പുറത്ത് ശുചിമുറി പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയിട്ട് 8 വർഷമായി പണി കഴിപ്പിച്ചിട്ടില്ല. അത് എല്ലാ ഡിപ്പോയിലും ഉണ്ട്. അതുപോലെ ഷോപ്പിംഗ് മോൾ പണിതിട്ട് തീരാത്ത സ്ഥലം ചേർത്തലയിലും ഉണ്ട്. ചേർത്തലയിലും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിട്ട് ഇപ്പോഴും പൂർത്തിയായിട്ട് കിടപ്പുണ്ട്. വനിതകൾക്ക് വേണ്ടി വിശ്രമ മുറി എന്നും പറഞ്ഞു. ഈ യാത്രക്കാരെ ദുരിതത്തിലാക്കുക എന്നതാണ് KSRTCയുടെ ഒരു ലൈൻ അല്ലേ? അതെ. ഇത് ഒന്ന് പറയാനുള്ളത് അവിടെ മലപ്പുറത്തുള്ള MLA MP ഒക്കെയാണ് അതിനകത്ത് ഇടപെടേണ്ടത്. ഞങ്ങളുടെ ഡിപ്പോ ഇവിടത്തേക്ക് വേണ്ട ഫണ്ട് അനുവദിക്കാൻ പറയേണ്ട അവരല്ലേ? അവരത് ചെയ്യുന്നില്ല. ജനപ്രതിനിധികൾ ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യുന്നില്ല. ഉത്തരവാദിത്വപ്പെട്ട മന്ത്രി യാത്രക്കാരുടെ ദുരിതം കാണുന്നില്ല. എല്ലാ ജില്ലയിലും കമ്മിറ്റ്മെന്റ് അവർക്ക്. അതല്ല എന്റെ പറഞ്ഞത്. എന്റെ പരീക്ഷ എന്ന് വെച്ചാൽ അവിടുത്തെ MLA ആരാണ്? അവരിടപെടണ്ടേ? അവരിടപെടുന്നില്ല. അതെ. അപ്പോൾ ജനപ്രതിനിധികളുടെ വീഴ്ച കൂടിയായിട്ടാണ് ജയചന്ദ്രൻ ഇതിനെ കാണുന്നത്. ഇത് മലപ്പുറത്ത് മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, പെരുമ്പാവൂരിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക ഡിപ്പോകളുടെയും അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ മിന്നൽ പരിശോധനയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്.